നമസ്കാരം, ഞാൻ ഡോക്ടർ അരവിന്ദ് എസ് ഗണപത്, തിരുവനന്തപുരം ജി ഹോസ്പിറ്റലിലെ യൂറോളജി കൺസൾട്ടൻ്റാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം ആണുങ്ങളിൽ മൂത്രമൊഴിക്കാൻ പ്രയാസമുണ്ടാക്കുന്ന കാരണങ്ങളും അതിനുള്ള നൂതന ചികിത്സാ രീതികളും. അപ്പം മൂത്രമൊഴിക്കാൻ ഉണ്ടാകുന്ന പ്രയാസം എന്ന് പറയുമ്പോൾ അത് ഒന്നുകിൽ മൂത്രമൊഴിക്കാൻ പോയി നിന്നോ ഉടനെ മൂത്രം വരാതിരിക്കുക, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുന്നതിൻ്റെ സ്പീഡ് കുറഞ്ഞു വരിക, മൂത്രം വിട്ടൊഴിക്കുക, ഒഴിച്ചതിന് ശേഷം വീണ്ടും ഒഴിക്കാൻ പ്രയാസമുണ്ടെന്ന് തോന്നുക, അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് മൂത്രം ഒഴിക്കേണ്ടി വരിക എന്നിവയാണ്. ഇത് കൂടാതെ ചിലപ്പം ഇറിറ്റേറ്റീവ് സിംറ്റംസ് വരാം. അതായത് മൂത്രം പിടിച്ചു നിർത്താനുള്ള പ്രയാസം, രാത്രി കാലങ്ങളിൽ കുറേ പ്രാവശ്യം പോയി മൂത്രം ഒഴിക്കേണ്ടി വരിക, അല്ലെങ്കിൽ പല പ്രാവശ്യമായിട്ട് പോയി മൂത്രം ഒഴിക്കേണ്ടി വരിക. ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രധാനമായ കാരണം എന്ന് പറയുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം തന്നെയാണ്. ഇത് യൂഷ്വലി 50 വയസ്സിന് മേലെ പ്രായമുള്ള ആണുങ്ങൾക്കാണ് കാണുന്നത്. എന്നാൽ ഇത് മാത്രമല്ല, വേറെയും കാരണങ്ങൾ വരാം. എസ്പെഷ്യലി ഈ ചെറുപ്പക്കാർക്കാണെങ്കിൽ മൂത്രനാളിയിലെ ചുരുക്കം അഥവാ സ്ട്രിക്ചർ യുറത്ര എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാകാം, അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ക്യാൻസർ ആകാം, അല്ലെങ്കിൽ മൂത്രസഞ്ചിയിലെ കല്ലാകാം. ഇത് ഒന്നും അല്ലെങ്കിൽ മൂത്രസഞ്ചിയുടെ പ്രവർത്തനത്തിൻ്റെ തകരാറാകാം. അതായത് ന്യൂറോജനിക് ബ്ലാഡർ എന്ന് പറയും. മൂത്രസഞ്ചി പ്രോപ്പർലി പ്രവർത്തിച്ച് മൂത്രം പുറത്തോട്ട് തള്ളിയാൽ മാത്രമേ മൂത്രം പുറത്ത് പോകത്തുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അടുത്തുള്ള യൂറോളജിസ്റ്റിനെ പോയി കാണുക. അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയും അതോടൊപ്പം മലദ്വാരത്തിൽ കൂടെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി പരിശോധിക്കുകയും ചെയ്യും. ഇതിൽ നിന്നും ഏതാണ്ടൊരു ധാരണ കിട്ടും. ഇത് കൂടാതെ കുറച്ച് ബേസിക് ടെസ്റ്റുകൾ ചെയ്യും. അതായത് കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ്, PSA ടെസ്റ്റ്, യൂറിൻ റൊട്ടീൻ എക്സാമിനേഷൻ എന്നിവ. ഇതിന് ശേഷം ഒരു അൾട്രാസൗണ്ട് സ്കാൻ, അതായത് ഏറ്റവും സുലഭമായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്കാൻ. ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഏതാണ് കാരണം എന്നുള്ളതിനെക്കുറിച്ച് ഉള്ള സൂചനകളാവും. 50 വയസ്സിന് പ്രായമുള്ള ആൾക്കാർക്ക് യൂഷ്വലി പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കമായിരിക്കും. എന്നാൽ ഈ പറഞ്ഞ കാരണങ്ങളും ഉണ്ടാകാം. അത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മളിപ്പം സ്കാൻ ചെയ്യുമ്പം യൂഷ്വലി ആൾക്കാർക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് കുറച്ച് വീക്കം ഉണ്ടാവും. എന്നാൽ വലിയ വീക്കമില്ല, എന്നാൽ മൂത്രമൊഴിക്കാൻ നല്ല പ്രയാസമുണ്ട് എന്നിങ്ങനത്തെ പ്രശ്നങ്ങളാണെങ്കിൽ യൂഷ്വലി മൂത്രനാളിയുടെ ചുരുക്കമാവാനാണ് സാധ്യത. അപ്പോൾ ഇതിനൊക്കെ എങ്ങനെയാണ് കറക്റ്റ് ഒരു ഡയഗ്നോസിസ് എത്തുക? അപ്പം ഈ ബേസിക് ടെസ്റ്റുകൾക്ക് ശേഷം ഒരു ഫ്ലോ ടെസ്റ്റ്, അതായത് യൂറോഫ്ലോമെട്രി, അതായത് രോഗി ഒരു മെഷീനിലോട്ട് മൂത്രമൊഴിക്കുന്ന ടെസ്റ്റാണ്. അത് ചെയ്യുന്നതിൽ കൂടി നമുക്ക് അതിൻ്റെ അകത്ത് മൂത്രമൊഴിക്കുന്നതിൻ്റെ സ്പീഡും ഒഴിക്കാനെടുക്കുന്ന സമയവും അതിൻ്റെ ഒരു ഗ്രാഫും കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ കിട്ടും. അതായത് ഇത് ഒരു ന്യൂറോജനിക് ബ്ലാഡർ, അതായത് മൂത്രസഞ്ചിയിലെ പ്രവർത്തനത്തിൻ്റെ പ്രശ്നമാണോ, അല്ലെങ്കിൽ മൂത്രനാളിയുടെ ചുരുക്കമാണോ, അതോ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം തന്നെയാണോ. ഇതിന് ശേഷമാണ് നമ്മുടെ ഇൻവേസീവ് ടെസ്റ്റ് വരുന്നത്. അതായത് നമുക്കിപ്പം കറക്റ്റ് കാരണം മനസ്സിലാക്കണമെങ്കിൽ നമ്മളൊരു എൻഡോസ്കോപ്പി വേണം. അതായത് നമ്മൾ മൂത്രനാളിയിൽ കൂടി ഒരു ക്യാമറ കടത്തി വിട്ട് മൂത്രം വരുന്ന വഴി പരിശോധിക്കുന്നതാണ് ഈ ഒരു സിസ്റ്റോസ്കോപ്പി എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ സിസ്റ്റോസ്കോപ്പിക്ക് ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്. ഇതൊരു ഫ്ലെക്സിബിൾ സിസ്റ്റോസ്കോപ്പാണ്. ഇത് നമ്മൾ മൂത്രനാളിയിൽ കൂടെ കടത്തി ഇതിൻ്റെ അറ്റത്തൊരു ക്യാമറ അറ്റാച്ച്ഡ് ആയിരിക്കും. അപ്പോൾ നമുക്കൊരു വലിയ സ്ക്രീനിൽ നമ്മൾ ആ യൂറിൻ വരുന്ന വഴി ഫുള്ള് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിലോ, ഏതെങ്കിലും പോയിന്റിൽ ബ്ലീഡിംഗ് ഉണ്ടെങ്കിലോ, ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലോ, അതേപോലെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് അകത്തൂടെ ആയിരിക്കും ഇത് പോകുന്നത്. അപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ തടസ്സമുണ്ടെങ്കിലോ എന്തെങ്കിലും ചുരുക്കം ഉണ്ടെങ്കിലോ നമുക്ക് അതുകൊണ്ട് ഡയഗ്നോസ് ചെയ്യാനാവും. അതേപോലെ ബ്ലാഡറിൻ്റെ അകത്ത് എന്തെങ്കിലും മുഴയോ എന്തെങ്കിലും കല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് അതിനെ ഡയഗ്നോസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിൽ നിന്ന് നമുക്ക് ഒരു വലിയൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നത്. അതായത് നമുക്കിത് മൂത്രനാളിയുടെ ചുരുക്കമാണോ, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കമാണോ, അത് ക്യാൻസർ പോലുള്ള വീക്കമാണോ, അതോ മൂത്രസഞ്ചിയിൽ പ്രശ്നങ്ങളുണ്ടോ, മൂത്രസഞ്ചിയിൽ എന്തെങ്കിലും കല്ലോ ഗ്രോത്തോ വല്ലതും ഉണ്ടോ, ഈ കാരണങ്ങൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. ഇത്രയും ചെയ്യുമ്പോഴാണ് ഇതിനെക്കുറിച്ചൊരു കറക്റ്റ് അസസ്മെൻ്റ് ആവുന്നത്. പിന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ക്യാൻസർ ആണെന്ന് അറിയണമെങ്കിൽ നമ്മളൊരു MRI ടെസ്റ്റോ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ബയോപ്സിയോ എടുക്കുക തന്നെ വേണം. അപ്പം ഇതിൻ്റെ ചികിത്സാ രീതികൾ എങ്ങനെയാണ്? അപ്പം നമ്മൾ യൂഷ്വലി ഡിസ്കസ് ചെയ്യുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം, അതായത് BPHൻ്റെ ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ നമ്മൾ ഇന്നിപ്പം ആദ്യം ചർച്ച ചെയ്യുന്നത് സ്ട്രിക്ചറിൻ്റെ ട്രീറ്റ്മെൻറ്റാണ്. സ്ട്രിക്ചർ എന്ന് പറയുമ്പോൾ മൂത്രനാളിയുടെ ചുരുക്കം. അത് മരുന്നുകൊണ്ട് മാനേജ് ചെയ്യുന്ന കണ്ടീഷനല്ല, അതിന് നമ്മൾ ഇൻ്റർവെൻഷൻ ചെയ്തേ ആവത്തുള്ളൂ. അപ്പോൾ ഇത് എത്രത്തോളം രൂക്ഷമാണ് എന്ന് അറിയണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ യൂറോഫ്ലോമെട്രി ടെസ്റ്റ് ചെയ്യണം. പിന്നെ നമ്മളൊരു റെട്രോഗ്രേഡ് യൂറോത്രോഗ്രാം എന്ന് പറയുന്ന ടെസ്റ്റും കൂടെ ചെയ്യും. അതായത് നമ്മുടെ മൂത്രനാളിയിലൂടെ ഒരു ഡൈ കടത്തി വിട്ടിട്ട് എക്സ്റേ എടുക്കുന്ന ടെസ്റ്റാണ്. അപ്പോൾ കറക്റ്റ് എവിടെയാണ് ചുരുക്കം, എത്ര ലെങ്ത്തിൽ ചുരുക്കമുണ്ട് എന്നതിനെക്കുറിച്ചൊരു ധാരണ കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചുരുക്കം ഉണ്ടെങ്കിൽ ഇതിന് നമ്മൾ ട്രഡീഷണലായിട്ട് വർഷങ്ങളോളം ചെയ്തു വരുന്ന പ്രൊസീജിയർ VIU എന്ന് പറയും. അതായത് വിഷ്വൽ ഇൻറ്റേർണൽ യൂറോത്രോട്ടമി. നമ്മൾ ക്യാമറയിട്ട് ആ ചുരുക്കം കണ്ട് അതിനെ കട്ട് ചെയ്യുന്ന പ്രൊസീജിയറാണ്. ഈ മെത്തേഡിൻ്റെ ഒരു ചെറിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇതിനൊരു 70% സക്സസ്സേ ഉള്ളൂ. അതായത് 30% കേസസിൽ അത് വീണ്ടും വരും. അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാർക്ക് നമുക്ക് വീണ്ടും ഈ പ്രൊസീജിയർ ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. കാരണം ഇതൊരു വളരെ മിനിമൽ പ്രൊസീജിയറാണ്, വെറും ഒരു 10-15 മിനിറ്റ് മാത്രം എടുക്കുന്ന പ്രൊസീജിയറാണ്. പക്ഷേ ഈ ഒരു റിക്കറൻസ് വരുന്നതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഡ്രോബാക്ക്.
അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒന്നും കൂടെ വേണമെങ്കിൽ ഇത് ചെയ്യാം. പക്ഷേ അങ്ങനെ വീണ്ടും ചെയ്യുമ്പോൾ ഇതിൻ്റെ സക്സസ് റേറ്റ് വീണ്ടും കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പം ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് ഇപ്പോൾ ഇങ്ങനെ ഇതേപോലെ ചെയ്ത് വീണ്ടും ഫെയിലാകുന്ന കേസസ് നമ്മൾ ചെയ്യുന്നത് അതിനെ ആ ഒരു ചുരുക്കത്തിന് നമ്മൾ ബൈപ്പാസ് ചെയ്യുമെന്ന് വെച്ചാൽ അതിനെ കുറച്ചും കൂടെ വലുതാക്കും. അതായത് നമ്മൾ ജസ്റ്റ് കട്ടിങ് മാത്രം ചെയ്യാതെ അവിടെ ഗ്രാഫ്റ്റ് വയ്ക്കും. അതിനെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇറിത്രോപ്ലാസ്റ്റി എന്ന് പറയും. അപ്പോൾ ഗ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ 2 മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് നമ്മൾ ബാക്കിയകത്ത് നമ്മുടെ കവിളിൻ്റെ അകത്തുനിന്ന് നമ്മുടെ ഒരു വിരലിൻ്റെ നീളത്തിനുള്ള സൈസ് ഒരു ഗ്രാഫ്റ്റ് വായി എടുത്തിട്ട് ആ ഒരു ചുരുക്കമുള്ള പോർഷനെ ഓപ്പൺ ചെയ്തിട്ട് അവിടെ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വയ്ക്കും. അപ്പം ഇത് യൂഷ്വലി നിയർലി ഒരു 90% സക്സസ്ഫുൾ പ്രൊസീജിയറാണ്. പക്ഷേ ഇതിനൊരു പ്രശ്നം എന്ന് പറയുന്നത് രോഗിക്ക് ഓൾമോസ്റ്റ് 1 മാസത്തോളം കത്തീഡർ കീപ്പ് ചെയ്യേണ്ടി വരും. പിന്നെ ഒരു മേജർ പ്രൊസീജിയറാണ്. അപ്പം ഇതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്കിപ്പോൾ വന്നിരിക്കുന്ന പുതിയ മെത്തേഡാണ്. നമ്മളിപ്പോൾ ഈ വായിൽ നിന്നുള്ള ഒരു ഫുൾ തിക്നെസ് ഗ്രാഫ്റ്റ് എടുക്കാതെ, അതായത് ഇത്ര നീളത്തിൽ ഗ്രാഫ്റ്റ് എടുക്കാതെ നമ്മൾ വായിൽ നിന്നുള്ള ചെറിയൊരു 1 സെൻറ്റിമീറ്റർ ഉള്ള ഗ്രാഫ്റ്റ് മാത്രം എടുത്തിട്ട് അതിൽ നിന്ന് സ്റ്റെം സെൽസ് ഐസൊലേറ്റ് ചെയ്തിട്ട് അതിനെ ഹാർവെസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇതിനെ ഒരു അമാൽഗം പോലെ ആക്കിയിട്ട് നമ്മൾ ഈ VIU ചെയ്തിട്ട് അതിനെ കട്ട് ഓപ്പൺ ചെയ്തിട്ട് അതിലോട്ട് ഇതിനെ ഇഞ്ചെക്റ്റ് ചെയ്യാം. ഇതിനെ XTI KTR എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്, ഈ ഒരു സ്റ്റെം സെല്ലിനെ ഹാർവെസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇത് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ കേരളത്തിൽ ആദ്യത്തെ കേസ് ഇവിടെ GG ഹോസ്പിറ്റലാണ് നമ്മൾ ചെയ്തത്. അത് വളരെ സക്സസ് ആയിരുന്നു. പേഷ്യൻ്റ് ഈസ് ഡൂയിങ് വെൽ. പക്ഷേ ഇത് എല്ലാ കേസസിലും ഇത് പോസിബിളും ആയിരിക്കത്തില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ്. നമുക്ക് കേസ് ടു കേസ് ബേസിസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കേസസിൽ ഇത് ചെയ്യാനാവും. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം, അതായത് BPHൻ്റെ നൂതനമായ ചികിത്സാ രീതികളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 90% ആൾക്കാർക്കും മരുന്ന് മാത്രം മതിയാവും. പക്ഷേ ഇപ്പം കോംപ്ലിക്കേഷനുള്ള കേസസിലോ, അതായത് ഇത് കാരണം മൂത്രം കെട്ടി നിൽക്കുക, മൂത്രം പോവാതെ വരിക, മൂത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരിക, അല്ലെങ്കിൽ കല്ലുണ്ടാവുക, അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് അമിതമായ രക്തസ്രാവം ഉണ്ടാവുക, അല്ലെങ്കിൽ ടാബ്ലറ്റ് എടുത്തിട്ടും നല്ല റിലീഫ് വരുന്നില്ല എന്ന കേസസിൽ നമുക്ക് ഇൻ്റർവെൻഷൻസിലോട്ട് പോകണം. ഇപ്പോൾ ഇൻ്റർവെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ട്രഡീഷണലായിട്ട് നമ്മൾ ഡിക്കേഡ്സ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത് TURP ആണ്, അതായത് ട്രാൻസ്വർത്ത് സെക്ഷൻ ഓഫ് പ്രോസ്റ്റേറ്റ്. നമ്മൾ ഫസ്റ്റ് സിസ്റ്റോസ്കോപ്പ് ചെയ്ത് നോക്കി ആ വീക്കത്തിൻ്റെ കറക്റ്റ് ഒരു അനാട്ടമി മനസ്സിലാക്കിയിട്ട് അതിനെ എനർജി സോഴ്സ് ഉപയോഗിച്ച് അതിനെ കട്ട് ചെയ്ത് മാറ്റുന്നതാണ്. ഇത് യൂഷ്വലി വളരെ ഫലപ്രദമായതും ടൈം ടെസ്റ്റഡ് പ്രൊസീജിയറുമാണ്. ഇതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ലേസറാണ്. അപ്പോൾ ലേസർ വെച്ച് നമ്മൾ ഉപയോഗിക്കുന്ന കേസസ് എന്ന് പറയുന്നത് വളരെ ഗ്ലാൻഡിൻ്റെ സൈസ് കൂടി വരികയാണെങ്കിൽ നമുക്ക് ലേസർ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ലേസർ ഉപയോഗിച്ച് ഇതിനെ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കിപ്പം കിഡ്നി സ്റ്റോൺ ഡിസീസിനും പ്രോസ്റ്റേറ്റ് ഡിസീസിനും അഡ്വാൻസ്ഡ് മെത്തേഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ലേസറാണ്. അപ്പോൾ നമുക്ക് ലേസറിൽ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനാണ് ഈ ഇരിക്കുന്നത്. ഇത് IPGൻ്റെ 65 വാട്ട്സ് തൂര്യം ലേസർ മെഷീനാണ്. ഏറ്റവും പവർഫുൾ ലേസർ മെഷീനാണ്. ഇതിട്ട് നമുക്ക് വളരെ ഹാർഡ് സ്റ്റോൺസും വലിയ സ്റ്റോൺസും വളരെ നിഷ്പ്രയാസം ബ്രേക്ക് ചെയ്ത് മാറ്റാവുന്നതാണ്. അതേപോലെ വലിയ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്കും ഇത് ഉപയോഗിച്ച് നമുക്ക് ഈ പ്രോസ്റ്റേറ്റ് നമുക്ക് ലേസർ വെച്ച് കട്ട് ചെയ്യുന്നതിൻ്റെ വർക്കിംഗ് എലമെൻ്റ് ആണ്. ഇതിൽ കൂടെ ഇതിൻ്റെ ഒരു ഫൈബർ കടത്തി വിട്ട് പ്രോസ്റ്റേറ്റിനെ കട്ട് ചെയ്ത് മാറ്റുന്നതാണ്. അതേപോലെ നമുക്കൊരു ഫ്ലെക്സിബിൾ യൂറിട്രോറീനോസ്കോപ്പ് ഉണ്ട്. അതിട്ട് നമ്മൾ കിഡ്നിക്ക് അകത്ത് കയറി കല്ലിനെ ഈ ലേസർ ഉപയോഗിച്ച് പൊടിച്ച് കളയുന്നതാണ്. ഈ 2 മെത്തേഡിൻ്റെയും ചെറിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ഡ്രോബാക്ക് എന്ന് പറയാൻ പറ്റില്ല, ഇതിൻ്റെ ഒരു പേഷ്യൻ്റ് ഒരു 3 to 4 days അഡ്മിഷൻ എന്തായാലും വേണ്ടി വരും. പിന്നെ ഇതിന് ശേഷം രോഗിക്ക് ഇജാക്കുലേഷൻ യൂഷ്വലി ഉണ്ടാവത്തില്ല. അപ്പം ഇതിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള മെത്തേഡ്സാണ് നമുക്കിപ്പം മിസ്റ്റ് എന്ന് പറയുന്നത്, അതായത് മിനിമലി ഇൻവേസീവ് സർജിക്കൽ തെറാപ്പി. ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രൊസീജിയർ ഒന്ന് റസം വാട്ടർ വേപ്പർ തെറാപ്പി. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കത്തിൻ്റെ വൺ ഓഫ് ദ ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് ഈ റസം വാട്ടർ വേപ്പർ തെറാപ്പി. അതായത് നമ്മൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലോട്ട് നീരാവി കടത്തി വിടുകയാണ് ചെയ്യുന്നത്. അതിനുപയോഗിക്കുന്ന ഗണ്ണാണിത്. അപ്പം നമ്മൾ ഈ ഗണ്ണ് ഉപയോഗിച്ച് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്കകത്തോട്ട് നീരാവി കടത്തി വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കടത്തി വിടുമ്പം ആ ഒരു നീരാവി കടത്തി വിട്ടതിൻ്റെ ഒരു 1 സെൻറ്റിമീറ്റർ ഏരിയ ആ സ്റ്റീമിൻ്റെ ഹീറ്റ് ഉപയോഗിച്ച് അത് ഡാമേജ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പം ഓവർ എ പീരീഡ് ഓഫ് മന്ത് ആ ഒരു പോർഷൻ നമ്മുടെ ബോഡിയെ അബ്സോർബ് ചെയ്ത് മാറ്റുകയും ആ തടസ്സം നിൽക്കുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ആ ഒരു പോർഷനെ ചുരുക്കിക്കളയാണ് ചെയ്യുന്നത്. ഇത് എല്ലാ പേഷ്യൻസിനും ഇത് ചൂസ് ചെയ്യാനാവത്തില്ല. നമുക്ക് ആ സിസ്റ്റോസ്കോപ്പി ചെയ്ത് നോക്കി ആർക്കാണ് പറ്റുന്നത് അവർക്കാണ് യൂഷ്വലി നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതൊക്കെ ഒരു സിംഗിൾ ഡേ പ്രൊസീജിയറാണ്. അടുത്തത് യൂറോ ലിഫ്റ്റ് എന്ന് പറയുന്ന പ്രൊസീജിയറാണ്. അതായത് നമ്മൾ ഇതിനെ ഇതേപോലെ സിസ്റ്റോസ്കോപ്പി ചെയ്ത് അതിൻ്റെ അനാട്ടമി മനസ്സിലാക്കിയിട്ട് ഈ തടസ്സം നിൽക്കുന്ന പ്രോസ്റ്റേറ്റിനെ 2 ഭാഗത്തേക്ക് നീക്കി വയ്ക്കുന്നതാണ്. യൂറോ ലിഫ്റ്റ് എന്ന് പറയുന്ന എക്യുപ്മെൻ്റാണിത്. ഇത് നമ്മൾ ഇതിൽ കൂടെ പ്രോസ്റ്റേറ്റിൻ്റെ ലാറ്ററൽ ലോബ്സിലോട്ട് ഇംപ്ലാന്റ് വെച്ച് ആ തടസ്സം നിൽക്കുന്ന പോർഷൻസിനെ കംപ്രസ് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതിനും ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാ പേഷ്യൻസിനും ഇതൊന്നും സ്യൂട്ടബിൾ അല്ല.
പിന്നെ ഉള്ളത് നമുക്കുള്ളത് ഐറ്റിൻ്റെ എന്ന് പറഞ്ഞ പ്രൊസീജിയറുണ്ട്. അതായത് നമ്മൾ ഇതേപോലെ ഒരു ഇംപ്ലാന്റ് പ്രോസ്റ്റേറ്റിനകത്തോട്ട് വച്ചിട്ട് അത് ഒരു 3 to 5 days കൊണ്ട് ഒരു പ്രോസ്റ്റേറ്റ് തടസ്സം നിൽക്കുന്ന പോർഷൻ ഒരു പ്രഷർ നെക്രോസിസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ മൂത്രമൊഴിക്കുന്ന വഴി ഓപ്പണായി കിട്ടും. പിന്നെ അമിതമായിട്ട് ബ്ലീഡിങ്, അതായത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് അമിതമായ ബ്ലീഡിങ് ഉണ്ടാകുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ നമുക്ക് പ്രോസ്റ്റേറ്റിക് ആർട്ടറി എംബോളൈസേഷൻ, അതായത് പ്രോസ്റ്റേറ്റിലോട്ട് പോകുന്ന ബ്ലഡ് വെസലിനെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് ഇൻഡിക്കേഷൻ വരുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് അമിതമായ ബ്ലീഡിങ് നമുക്ക് ഈ കണ്ടീഷൻസിനൊന്നും മാനേജ് ചെയ്യാൻ പറ്റാത്ത പേഷ്യൻസിനാണ്. അപ്പോൾ ഈ മെത്തേഡ്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന് ഹോസ്പിറ്റൽ സ്റ്റേ വളരെ കുറവാണ്. പക്ഷേ ഒരിക്കലും ഈ പ്രൊസീജിയേഴ്സിന് നമ്മുടെ ഈ TURPനെ ഒന്നും റീപ്ലേസ് ചെയ്യാൻ ഒരിക്കലും ആവുന്നുണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്ന പോലെ ഒരിക്കലും അത്രയും വലിയൊരു ചാനൽ ഇതിലൊന്നും ഓപ്പൺ ആവത്തുമില്ല. പിന്നെ ഇതൊക്കെ ലേറ്റസ്റ്റ് ഈ പ്രൊസീജിയേഴ്സാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ലോങ് ടേം നമുക്കിപ്പം രോഗിക്കൊരു 5 to 10 years ശേഷം എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ സ്റ്റഡീസ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഫൈനലി നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് നമുക്ക് ഈ മൂത്രമൊഴിക്കാനുള്ള പ്രയാസങ്ങൾക്ക് പല കാരണങ്ങളുണ്ട്. നമുക്ക് കറക്റ്റ് ഒരു ഡയഗ്നോസിസ് ആണ് ആദ്യം വേണ്ടത്, അതിൻ്റെ പ്രോപ്പർ ഇവാലുവേഷൻ. അതിൽ നമുക്ക് ഏറ്റവും പങ്ക് വഹിക്കുന്നത് ഈ സിസ്റ്റോസ്കോപ്പിയും യൂറോഫ്ലോമെട്രിയാണ്. അല്ലാതെ ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ഒരിക്കലും ഈ കണ്ടീഷൻസ് നമുക്ക് ഒരിക്കലും ഫിറ്റ് ആവണമെന്നില്ല. നമുക്ക് ഈ ഒരു പ്രോപ്പർ അസസ്മെൻറ്റ്, അതായത് നമുക്ക് ബേസിക് ടെസ്റ്റുകൾ, സിസ്റ്റോസ്കോപ്പി, യൂറോഫ്ലോമെട്രി ഇതെല്ലാം കഴിയുമ്പോഴാണ് നമുക്ക് ഏത് പ്രൊസീജിയറാണ് ഒരു രോഗി ഏറ്റവും സ്യൂട്ടബിൾ എന്നുള്ളത് മനസ്സിലാവുക. അതനുസരിച്ച് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചൂസ് ചെയ്യാണ് വേണ്ടത്. താങ്ക് യു. Future Ready Healthcare, trusted for generations. GG Hospital.